എങ്ങനെയെങ്കിലും നീ ഒന്ന് പ്രപ്പോസ് ചെയ്യുക ആയിഷ. അവള് പറഞ്ഞിട്ടാണ്. നീ ഇത് കൊടുക്കാൻ പോവാണോ? എടി ഞാൻ നേരത്തെ പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞപ്പോ ഒരു തമാശക്ക് പറഞ്ഞതാ. നീ സീരിയസ് ആയിട്ട് അവന് കൊടുക്കാൻ പോണോ? എടി നീ തന്നെ ഒന്ന് നോക്കിക്കോ, എത്ര പെൺപിള്ളേരെ അവന്റെ പുറകെ നടക്കുന്നത്. ഈ കോലം വെച്ചോണ്ട് പോയാൽ അവൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എടി ഇതൊന്ന് നോക്കി, നിന്റെ മുഖത്തിന് എത്ര കുരുക്കളാ. ഇത് വെച്ചോണ്ടാണോ നീ അവന്റെ പുറകെ പോകാൻ പോകുന്നത്? അതുമൂലം നിങ്ങൾ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഫീൽ ചെയ്യുന്നുണ്ടോ? വെൽ, അതിനൊക്കെ ഒരു സൊല്യൂഷനുമായിട്ടാണ് ക്യൂട്ടി ഇവിടെ വന്നിരിക്കുന്നത്. ചോദിക്കുന്നത് എന്റെ ഗ്ലോയിങ് സ്കിൻ രഹസ്യം, പിമ്പിൾസും ആക്നെ മാർക്സും ഒക്കെ എങ്ങനെ മാറിയത്? വെൽ ഗൈസ്, അതിനൊക്കെ ഒരു പുതിയൊരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല ഗൈസ്, അത് ഐറിഷ് ക്രീമാണ്. ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടാതയോൺ, നയാസിനമൈഡ്, കോജിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, അങ്ങനെ കടിച്ച പൊട്ടാത്ത ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഗൈസ് ഇതിനകത്ത്. എന്നിട്ട് പറയുന്നത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരുന്നുണ്ട് ഗൈസ്. എന്ന് വെച്ചാൽ ഉപ്പും കർപ്പൂരം ഒന്നുമില്ല ഗൈസ്, പോകാൻ വരട്ടെ. എന്റെ ഫോളോവേഴ്സിന് പ്രത്യേകം ഞാനൊരു ഗിഫ്റ്റ് കരുതി വെച്ചിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ QTS20 എന്ന് പറയുന്ന കോഡ് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ എന്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. ഈ സമയത്തായിട്ട് ആയിഷ എന്താ വരാത്തെ? അവളതല്ലേ വരുന്നത്. എന്തെങ്കിലും മുഖമൊക്കെ മുഖത്ത് എന്ത് പറ്റി? ഇരിക്കും. ഐഷ അല്ലേ? എന്ത് പറ്റിയതാ ഡോക്ടർ? എന്റെ മുഖത്ത് കുരുക്കെ വന്നിട്ട് ഇപ്പോ റാഷസ് പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഇത് എത്ര ദിവസം വന്നിട്ട്? ഇതിപ്പോ ഇന്നലെ മുതൽ എത്ര കൂടിയത്, പക്ഷെ ഞാനൊരു ഒരാഴ്ച ആയിട്ട് ഒരു ക്രീം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് നല്ല റെഡ്നെസ്സും റാഷസും ഒക്കെ ഉണ്ടല്ലോ, ഇറിറ്റേഷൻ ഉണ്ടോ അതിന്? നല്ല ഇറിറ്റേഷനും പിന്നെ ഇച്ചിങ് പോലെയൊക്കെ. ഏത് ക്രീം തേച്ചാ പറഞ്ഞ? അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ക്രീം കണ്ടായിരുന്നു. ബ്രാൻഡ് നെയിം ഇല്ല, ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഇല്ല. ഈ ക്രീം എവിടെ നിന്ന് പിടിച്ചെന്ന് പറഞ്ഞ? അത് ഇൻസ്റ്റയിൽ ഒരു റീല് കണ്ടിട്ട് വാങ്ങിച്ചതായിരുന്നു. ഇതുപോലുള്ള ക്രീംസിൽ, നോൺ ബ്രാൻഡഡ് ക്രീംസിലൊക്കെ സ്റ്റെറോയിഡ്സ്, ഹൈഡ്രോക്വിനോൺ, മെർക്കുറി ഇതുപോലുള്ള സബ്സ്റ്റൻസസ് ഒക്കെ ഉണ്ടാവും. സ്റ്റെറോയിഡ്സോ അതൊക്കെ മുഖത്തിന് നല്ല കേടല്ലേ? പ്രോപ്പർ പ്രിസ്ക്രിപ്ഷനും കറക്റ്റ് ആയിട്ടുള്ള യൂസേജ് ചെയ്ത സ്റ്റെറോയിഡ്സ് ഒന്നും ശരീരത്തിനും ദോഷം ചെയ്യുന്ന കാര്യങ്ങളല്ല. ഡോക്ടറെ, ഇതിനിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? തൽക്കാലം നമുക്ക് സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യിക്കണ്ട. ഞാനിപ്പോ തൽക്കാലം ഒരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീനും ഒരു ക്ലെൻസർ എഴുതി തരാം. റാഷ് ആയിട്ടുള്ള ആക്ഷൻ ഒന്നും സ്കിന്നിന് വേണ്ട. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കിന്നിന് കാം ചെയ്തെടുക്കണം. അല്ല, ഇത് പെർമനന്റ് ആയിട്ട് മാറാനുള്ള വല്ല ട്രീറ്റ്മെന്റ് ഉണ്ടോ? ഇങ്ങനെ ആക്നെ മൊത്തത്തിൽ കൊണ്ട് നടക്കുന്നു. പെർമനന്റ് ആയിട്ട് മാറണമെങ്കിൽ നമ്മൾ കെമിക്കൽ പീലിങ്ങോ ലേസറോ അല്ലെ മൈക്രോ നീഡിംഗ് പോലുള്ള എന്തെങ്കിലും തരാം. കെമിക്കൽ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അല്ല, അത് ഇപ്പോഴത്തെ എല്ലാരും ചൂസ് ചെയ്യുന്ന ഒരു കോമൺ ബെസ്റ്റ് മെത്തേഡ് ആണ് കെമിക്കൽ പീലിംഗ്. നമ്മളിപ്പോ സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ ട്രൈക്ലോർ അസിറ്റിക് ആസിഡ് യൂസ് ചെയ്താണ് കെമിക്കൽ പീലിംഗ് ഒക്കെ ചെയ്യുന്നത്. വർക്കിംഗ് എങ്ങനെയാണ്? വർക്കിംഗ് എന്ന് പറയുമ്പോൾ ലെറ്റ്സ് സീ, ഇവിടെ നോക്കാം, ഇതൊന്ന് നോക്കാം. നമ്മൾ ആദ്യം നിങ്ങളുടെ സ്കിന്നിനെ നല്ലപോലെ ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ ആസിഡ് സപ്ലൈ ചെയ്യും. സാലിസിലിക് ആസിഡ് ഉള്ള ആസിഡ് സപ്ലൈ ചെയ്യും. ഈ ആസിഡ്സ് നിങ്ങളുടെ പോസിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങി ചെന്നിട്ട് ആ സർഫസ് സ്കിന്നിൽ, അതായത് ഡെഡ് ടിഷ്യൂവിനെ മുഴുവൻ റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്യുമ്പോൾ
ആ ആക്നിയുടെ സ്കാർസ് അതുപോലുള്ള സ്കാറുകളെല്ലാം അതിന്റെ കൂടെ റിമൂവ് ആയി കിട്ടും. ഡോക്ടർ ഇത് എത്ര നാളെടുക്കും ഈ ഒരു ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ്? സീരീസ് ഓഫ് ട്രീറ്റ്മെന്റ്. നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നതല്ല, ഒരു സീരീസ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. ലൈക്ക് ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കിയാൽ ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സെക്കൻഡ് ഡേ ഒക്കെ ആകുമ്പോൾ ഒരു സ്കിന്നിന് ഇറിറ്റേഷൻ, ഒരു റെഡ്നെസ് വരും. പിന്നീട് ആ ഡെഡ് സ്കിന്നെല്ലാം പോയി അതൊരു എന്താ പറയുക, ഗ്ലോയിങ് സ്കിന്നിലേക്ക് അത് മാറും. ഒരു ഡേ 5 ഒക്കെ ആകുമ്പോഴത്തേക്ക് ആ ഒരു നല്ല സ്കിന്നിന് നമുക്ക് തിരിച്ചു വരും. ഇപ്പോ നിങ്ങളുടെ പ്രശ്നം പോലെ ആക്നേസ് ആണെങ്കിൽ തന്നെ ആക്നേസ് എല്ലാം പോയി ഒരു എന്താ പറയുക, ഒരു ന്യൂ സ്കിൻ, ഒരു ന്യൂ ഗ്ലോയിങ് സ്കിൻ അവിടെ തിരിച്ചു വരും. സിമിലർ ലേസർ ട്രീറ്റ്മെന്റ് സിമിലർ ആണ്. ഇറ്റ്സ് ഗുഡ് ഫോർ ആക്നേസ്. ഈ ആക്നേസ് എല്ലാം പോയി തിരിച്ച് വേറെ നല്ല സ്കിൻ വരും. അപ്പൊ ഇത്രക്കൊക്കെ ചേഞ്ച് വരുന്നുണ്ട് അല്ലേ? ഈ സ്കിന്നിന് എന്ത് പറ്റിയതാ, ഹാൻഡ് എന്ത് പറ്റിയതാ? അത് ഇതിന്റെ കൂടെ ഒരു ഹെയർ റിമൂവൽ ക്രീമും കൂടി കിട്ടിയിട്ടുണ്ട്. ദിസ് ഈ സൈഡ് എഫക്ട്. ഈ നിങ്ങൾ ഉപയോഗിച്ച ഹെയർ റിമൂവൽ ക്രീമിന്റെ സൈഡ് എഫക്ട്സ് ആണല്ലോ ഇതൊക്കെ. സ്കിൻ റാഷസ് അതുപോലുള്ള ഇറിറ്റബിലിറ്റി ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. ഇൻസ്റ്റാഗ്രാമിൽ കണ്ട അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനോ ഒരു കോസ്മെറ്റോളജിസ്റ്റോ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ക്രീംസ് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതുള്ള ക്രീംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സ്കിന്ന് ഡാമേജ് ചെയ്യും. അത് മാറ്റാൻ പിന്നീട് ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു എക്സ്പെൻഡിച്ചർ ചെലവാക്കേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ക്രീംസ് എഴുതി തരാം. ക്ലെൻസർ ഉണ്ട്, രാവിലെയും വൈകുന്നേരം 2 വട്ടം. പിന്നെ മോയ്സ്ചറൈസർ ഓരോ 4 മണിക്കൂർ കൂടുമ്പോൾ യൂസ് ചെയ്യുക. പുറത്തേക്ക് പോകുന്നെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുക, മസ്റ്റാണ്. പിന്നീട് തൽക്കാലത്തേക്ക് ഡയറ്റ് ഒന്ന് കൺട്രോൾ ചെയ്യുക. ഓയിലി ആയിട്ടുള്ളത്, പ്രിസർവേറ്റീവ്സ് തുടങ്ങിയതൊന്നും, പാക്ഡ് ഫുഡ്സ് ഒന്നും കഴിക്കേണ്ട. സ്ട്രിക്ട്ലി ഗുഡ് വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഡോക്ടർ. താനെന്തായാലും ഒരു ഷോട്ടിൽ തന്നെ പെർഫെക്റ്റ് ആക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനൊരു മെഗാസ്റ്റാർ അല്ലേടോ. അടയാ, കൊച്ചിന്ന് പുതിയ സാധനം ഇറങ്ങിയിട്ടുണ്ട്. മച്ചാനത് എടുക്കളിയാ എവിടെ? എനിക്ക് പറ്റൂലടാ ഈ അഭിനയ ജീവിതം. വയ്യാങ്കി നിർത്തിയിട്ട് പോടോ. നടങ്ങിയ ഇതെല്ലാം പോന്ന് ഇതുകൂടി കൂട്ടിയാണ് പിടിച്ചേ. എല്ലാം അടിച്ച് പോടോ സാധനം. മനുഷ്യ ഇവിടെ ചായന്റെ ചായപ്പൊടിയില്ല, പാലിലൊന്നുമില്ല, കറണ്ട് ബില്ല് പോലും അടച്ചിട്ടില്ല. എന്റെ ഒരു വിധി. പൈസ ആയിട്ട് വരുമോ, എന്തെങ്കിലും കൊടുക്കും. കഴിക്കാനൊന്നുമില്ലേ? വന്നാ എന്തെടുത്തിട്ട് കഴിക്കാനാ? ആകെ ഉണ്ടായിരുന്ന പൈസക്ക്, അച്ഛനടുത്ത് പൈസക്കാണ് ഇവിടെ വാടക അടിച്ച് പോകുന്നത്. ഉണ്ടായിരുന്ന നല്ലൊരു ജോലി കൊണ്ട് കളഞ്ഞ് ഇവിടെ കഴിക്കാനൊന്നുമില്ല. എത്ര കാലായടോ കണ്ടിട്ട്. എങ്ങനെ പോകുന്നുണ്ടോ? പിന്നെ തൻ്റെ അക്കൗണ്ടൻസി ജോലിയൊക്കെ എങ്ങനെ പോകുന്നുണ്ടോ? എന്നെ കൊണ്ടൊന്നും നടക്കൂലടോ. 95 ജോബ്സ് ഞാൻ അതിനെ പുറത്തേക്ക്. അതെങ്ങനെ ശരിയാവും? കൊള്ളെ കഞ്ചാവും കള്ളും കുടിച്ചുകൊണ്ട് ഇരിക്കുമല്ലേ, പിന്നെ എങ്ങനെ ശരിയാവും? അതിനെ ആക്ഷേപിക്കാനാണ് ഇവിടെ വരെ വിളിച്ചത്. താൻ ചൂടാവില്ലേ? താൻ ഇങ്ങനെ നിന്റെ ഈ ഒരു സ്വഭാവം കാരണമാണ് നിനക്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നെ പുറത്താക്കിയത്, അറിയോ? പിന്നെ ഞാൻ ഇവിടെ പറയാൻ വന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ടൊരു സ്ക്രിപ്റ്റ് പണ്ട് ചെയ്തിട്ടുണ്ട്. എനിക്കത് ചെയ്യണമെന്നൊരാഗ്രഹം. എന്നെക്കൊണ്ട് സാധിക്കുമോ?
താനെൻ്റെ കോലം കണ്ട ജനങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കാൻ തന്നെ? അതോ താനൊന്ന് മനസ്സ് വെച്ചാൽ സാധിക്കും, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. രാവിലെ പണിക്കുമ്പോൾ എന്നെക്കൊണ്ടും നടക്കൂല. എന്തെൻ്റെ മുഖം നോക്ക്, എൻ്റെ ശരീരം നോക്ക്. ഭാര്യ വിളിക്കണ്ട, ഞാൻ തന്നെ വിളിക്കാം. ഓക്കെ ശരി. എന്ത് കുഴപ്പമില്ല, റിംഗ് ടോൺ ആടാ ഇത്. ഇവനൊക്കെയാണല്ലോ ദൈവമേ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചത്. മറ്റേ ആണോ? മറ്റേ പണ്ടത്തെ വലിയ നാടേ. കോലം നോക്ക്, വയറൊക്കെ ഉണ്ടോ? സർട്ടിഫൈഡ് തന്താ വയറ് നോക്ക്. മാവേലിയോ? സ്റ്റുഡൻസ് എല്ലാവരും ലെക്ചർ ഹാളിലേക്ക് ചെല്ലുക. We specialize in transforming lives through cosmetic procedures. Whether you are considering a surgical or non-surgical option, our expert team is here to guide you every step of the way. Blepharoplasty or eyelid surgery removes excess skin and fat, rejuvenating your eyes and giving you a more youthful, refreshed look. Want to tighten sagging skin? Our facelift procedure, Rightidectomy, restores a more youthful contour to your face, helping you look as vibrant as you feel. Dermal fillers restore volume to areas like the cheeks, lips and under the eyes, rejuvenating your facial features. Struggling with stubborn fat? Liposuction removes those hard-to-target fat deposits, giving you a smoother, more sculpted body. Laser resurfacing treats scars, wrinkles and pigmentation issues, giving your skin a smoother, more even tone. For those with thinning hair, scalp micropigmentation mimics natural hair follicles, restoring confidence in your appearance. Explore the possibilities of stem cell therapy for anti-aging benefits or to stimulate hair growth. At Karuna, we offer a wide range of cosmetic procedures designed to help you look and feel your best, whether through surgery or minimally invasive treatment. Contact us today to schedule your consultation and begin your consultation. എന്നിലെരിഞ്ഞു തുടങ്ങിയ തീക്കണൽ നെഞ്ചിനകത്ത് പടർന്ന് പിടിച്ചത് പടപൊരുതുവാൻ വെറി പിടിച്ചു കടലിളകി വരുന്നത് പോലെ മരവിച്ചു തുടങ്ങും നെഞ്ചിൻ കഥകിൽ മുട്ടി പിളിച്ചതുപോലെ ഭയം അത് മാഞ്ഞു പോകെ ആത്മാവിൻ പഴുതിലൂടെ തളരുകിൽ ഒരു ശകലവും ഇനി പതറുകിൽ ഒരു ചുവടിലും തീയിൽ വാർത്തെടുത്തു വെച്ചായുധത്തിന്റെ മൂർച്ചയുടെ വാക്കിലും ഇന്നും പഠിച്ചൊരു ഡോക്ടറല്ലേ? ഞാനെന്താ വന്നതെന്ന് വെച്ചാൽ എനിക്ക് സിനിമയിലേക്ക് തിരിച്ചു വരണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എനിക്കൊരു കംപ്ലീറ്റ് കോസ്മെറ്റിക് മേക്ക് ഓവർ, ജനങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ സ്വീകരിക്കണം. ഞാനിപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കണം. നിൻ്റെ കയ്യിലുള്ള കഴിവുകൊണ്ട് എങ്ങനെയെങ്കിലും എൻ്റെ രൂപം ഒന്ന് മാറ്റി തരാം. കോലം കണ്ടില്ലേ? അത് കുഴപ്പമില്ല, ഒരു കണക്കിന് നോക്കിയാൽ ഞാൻ കാരണമല്ലേ നിനക്ക് നിൻ്റെ ഈ ജീവിതം താഴ്മാറായി പോയത്. ഇതൊക്കെ പഴയ കാര്യമില്ലടാ, എന്നാൽ പിന്നെ എടുത്ത് പറയണം. ഇത് എൻ്റെ ഒരു ക്രെഡിറ്റിൽ ഇരിക്കട്ടെ, എൻ്റെ ഒരു പ്രായച്ചത്തോട് ഇത് കണക്ക് കൂട്ടിയാൽ. ഇതിപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിൻ്റെ ഓർബിറ്റൽ ഫാറ്റ് റീപൊസിഷൻ ചെയ്യാൻ നമുക്ക് ബ്ലെഫറോപ്ലാസ്റ്റ് ചെയ്യാം. പിന്നെ നിൻ്റെ അബ്ഡോമിനൽ ഫാറ്റ് അതൊന്ന് കുറയ്ക്കണം, അതിന് ലൈപ്പോസെക്ഷൻ പ്രൊസീജിയർ ചെയ്യാം. നിൻ്റെ ഈ മുഖത്തെ വ്രിങ്കിൾസ്, സ്കാർസ് ഇതെല്ലാം ഒന്ന് ഡെർമഫില്ലേഴ്സ് വെച്ച് മാറ്റാം. പിന്നെ നിൻ്റെ ഹെയർ അതിന് നമുക്ക് PRP തെറാപ്പി വെച്ച് റിസ്റ്റോർ ചെയ്യാം. പിന്നെ ഈ ചുണ്ടിലെ കറുപ്പ് അത് നിൻ്റെ എക്സസീവ് സ്മോക്കിംഗ് കൊണ്ടുണ്ടായതാണ്. അത് മാറ്റാൻ വേണ്ടി തൽക്കാലം നമുക്ക് ലേസർ വെച്ചത് ഫിക്സ് ചെയ്യാം. യു വിൽ ബി എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് മാൻ, ഐ പ്രോമിസ്. നമസ്കാരം, പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നജ. പ്രശസ്ത അഭിനേതാവ് ശ്രീ ഐബക് ചലച്ചിത്ര ലോകത്തേക്ക് മടങ്ങിയെത്തി.
നർമ്മവർഷങ്ങളുടെ പോരാട്ടത്തിനു ശേഷം കോസ്മെറ്റിക് സർജറിയും മദ്യലഹരി മരുന്ന് എന്നിവയുടെ അടിമത്വത്തിൽ വിജയകരമായ പോരാട്ടം നടത്തിയാണ് അദ്ദേഹത്തിന്റെ ഈ തിരിച്ചുവരവ്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ അഭിപ്രായത്തിൽ അഭിനേതാവ് തന്റെ രൂപഭാവ മാറ്റങ്ങളിൽ കോസ്മെറ്റിക് സർജറി വഴി വലിയ ഭൗതിക പരിവർത്തനം നടത്തിയിരിക്കുന്നു. തിരകളാടും കാലം ഞങ്ങൾ ഒന്ന് ചേർന്നു കൈ വീണ്ടും വീണ്ടും മരണമോർത്തിട്ടും കാലം പിറന്നേ അതന്നെ